ആർഎസ്എസ് നേതാക്കളുടെ ലൈംഗിക പീഡനം സഹിക്കാൻ വയ്യാതെ അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് ഇത് എന്നും ആർഎസ്എസ് നേതാക്കളുടെ ലൈംഗിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ജീവൻ ഒടുക്കുന്നത് എന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷം അനന്തു അജി എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് ആശങ്കാജനകമാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ചൂഷണം ചെയ്ത ആളിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടും തുടർ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് അന്വേഷണത്തിൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ കേസിൽ പ്രതി ചേർക്കണമെന്നും അല്ലാത്തപക്ഷം ഉന്നത അന്വേഷണ ഏജൻസികൾക്ക് കേസ് കൈമാറാൻ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കണമെന്നും കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആർഎസ്എസ് CPM ഡീലിൻ്റെ ഭാഗമായാണ് കുറ്റക്കാർക്ക് ആഭ്യന്തര വകുപ്പ് നിയമവിരുദ്ധ സംരക്ഷണം ഒരുക്കുന്നത്. ആർഎസ്എസ് നേതാക്കളെ പ്രതി ചേർത്ത് സുതാര്യമായ അന്വേഷണം അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് സർക്കാർ അനീതിയാണ് കാട്ടിയതെന്നും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ്. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അതിനെ എതിർത്തത് CBI വന്നാൽ ഇപ്പോൾ കുടുങ്ങിയവർ മാത്രമല്ല ഒരുപാട് പേർ കുടുങ്ങും എന്നതുകൊണ്ടാണ്, പലരും പലതിൻ്റെയും ബിനാമികളാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മകനെതിരായ സമൻസിനെക്കുറിച്ചും ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ അബദ്ധങ്ങളാണ് എന്നും അത് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് എന്നും സതീശൻ പരിഹസിച്ചു. ഇത് ലാവ്ലിൻ കേസാണ് എന്ന് ED തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ED എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളത് സംശയകരമാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ കൂട്ടുകച്ചവടമാണ് എന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകന് പനിയായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. വാർത്ത കൊണ്ടുവന്നവർക്കെതിരെ CPM ഹീനമായ സൈബർ ആക്രമണം നടത്തുകയാണ് എന്നും സതീശൻ കുറ്റപ്പെടുത്തുകയാണ്. സുധാകരനെ പോലെ സാമുന്നതനായ നേതാവിനെതിരെ പോലും സൈബർ ആക്രമണം നടത്തുന്ന പാർട്ടിയായി CPM അധംപതിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. സുധാകരൻ നീതിമാനായ വ്യക്തിയാണ് എന്നും അദ്ദേഹം സൈക്കോപാത്തുകളുടെ കൂടെ അല്ല എന്നും വി ഡി സതീശൻ പറയുകയാണ്.